തെളിയിക്കാനുള്ളത് എവറി കോഷ്യൻ സ്പേസ് ഓഫ് എ ലോക്കലി കണക്റ്റഡ് സ്പേസ് ലോക്കലി കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് കോഷ്യൻ സ്പേസ്, എന്താണ് ലോക്കലി കണക്റ്റഡ് സ്പേസ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നേ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാലും നമുക്കൊന്നും കൂടെ അതൊന്ന് പറഞ്ഞു പോവാം. എന്താണ് ഒരു കോഷ്യൻ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്താണ് ഒരു കോഷ്യൻ മാപ്പ് അല്ലെങ്കിൽ ഒരു കോഷ്യൻ്റെ ടോപ്പോളജി എന്നൊക്കെ പറയുന്ന കേസ് എന്താ ഉണ്ടായിരുന്നത്? എഫ് എന്ന് പറയുന്നത് x2y ആണ്. അതൊരു കോഷ്യൻ്റെ മാപ്പ് ആവണം എന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ എന്തായിരുന്നു അത് ഉണ്ടായിരുന്നത്? അത് സർജക്റ്റീവും ആവണം, കണ്ടിന്യൂസും ആവണം അല്ലേ? സോ ഇഫ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാറുള്ളത്, ഒരു വി എന്ന് പറയുന്ന ഒരു ഓപ്പൺ സെറ്റ്, ഇഫ് യു കൺസിഡർ ഓപ്പൺ സെറ്റ് വി ഫ്രം വൈ, എഫ് ഇൻവേഴ്സ് ഓഫ് വി എന്ന് പറയുന്നത് എക്സിൽ ഓപ്പൺ ആവണം. അതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ലോക്കലി കണക്റ്റഡ് നമുക്കറിയാം അല്ലേ? ഒരു സ്പേസ് എക്സ് ലോക്കലി കണക്റ്റഡ് ആവാനുള്ള കണ്ടീഷൻ എന്താ? ഒരു എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പോയിന്റിന് ഏതൊരു നൈബർഹുഡ് കൺസിഡർ ചെയ്താലും അവിടെ ഒരു കണക്റ്റഡ് നൈബർഹുഡ് എക്സിന് മറ്റൊരു കണക്റ്റഡ് നൈബർഹുഡ് എം ഉണ്ടായിരിക്കണം. ആ കണ്ടീഷൻ എന്തായിരുന്നു? എം ഷുഡ് ബി കണ്ടെയ്ൻഡ് ഇൻ എൻ ആകുന്ന തരത്തിൽ എന്ന് നമ്മളവിടെ പറഞ്ഞതാണ്. അപ്പം നമ്മളിവിടെ തെളിയിക്കേണ്ടത് എന്താണ്? ഏതൊരു കോഷ്യൻ സ്പേസും ഒരു ലോക്കൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസിൻ്റെ ഏതൊരു കോഷ്യൻ സ്പേസ് എടുത്താലും അതെന്താണ് തെളിയിക്കണം? നമ്മൾ ലോക്കലി കണക്റ്റഡ് ആണ് എന്ന് തെളിയിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് തെളിയിച്ച് വരാനുള്ളത് അല്ലെങ്കിൽ തെളിയിക്കാനുള്ളത് എങ്ങനത്തുള്ള ടീമുകളെയാണ് എന്നുള്ളതൊന്ന് ആലോചിക്കുക. എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അത് എവിടുന്ന് എവിടേക്ക് ഡിഫൈൻ ചെയ്തതാണ്? എഫ് ഇസ് എ ഫംഗ്ഷൻ വിച്ച് ഇസ് ഡിഫൈൻഡ് ഫ്രം എക്സ് ടു വൈ അല്ലേ? ശരിയല്ലേ? എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എവിടുന്ന് എവിടേക്ക് ഡിഫൈൻ ചെയ്തതാണ്? എഫ് ഇസ് എ ഫംഗ്ഷൻ വിച്ച് ഇസ് ഡിഫൈൻഡ് ഫ്രം എക്സ് ടു വൈ. ഇത് എന്ന് പറയുന്നത് എന്താന്ന് തന്നിട്ടുണ്ട്? ഒരു കോഷ്യൻ്റ് മാപ്പാണ് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്ന കാര്യം എന്താ? എക്സ് എന്ന് പറയുന്നത് ഒരു ലോക്കലി കണക്റ്റഡ് ആയിട്ടുള്ള സ്പേസ് ആണ് എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് തെളിയിക്കാനുള്ള കാര്യം എന്താണ്? വൈ എന്ന് പറയുന്നത് ലോക്കലി കണക്റ്റഡ് ആണ് എന്ന് നമ്മൾ തെളിയിച്ചാൽ മതി അല്ലേ? അപ്പോൾ ഒരു സ്പേസ് ലോക്കലി കണക്റ്റഡ് ആവാനുള്ള കണ്ടീഷൻ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? എന്താണ്? സ്പേസ് ഇസ് ലോക്കലി കണക്റ്റഡ് if and only if the connected components of every open set are themselves open. എന്ന് വെച്ചാൽ അതെന്താ? component of open subsets of y are open in y. അപ്പോൾ നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഓപ്പൺ സെറ്റ് വൈയിൽ നിന്ന് കൺസിഡർ ചെയ്യണ്ടേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ്? ഞാനൊരു ഓപ്പൺ സെറ്റ് ഡിഫൈൻ ചെയ്യുകയാണ്. ലെറ്റ് അല്ലെങ്കിൽ എടുക്കുകയാണ്. ലെറ്റ് വി എന്ന് പറയുന്നത് എന്താണ്? ഓപ്പൺ സെറ്റ് ആണ്. എവിടെ ഉള്ളതാണ്? ഓപ്പൺ സെറ്റ് ഓഫ് വൈ ആണ് അല്ലേ? ഇനി ഇവിടെ എന്താ വേണ്ടത്? നമുക്കിവിടെ ഒരു കണക്റ്റഡ് കോമ്പോണൻറ്റ് വേണ്ടേ? കണക്റ്റഡ് കോമ്പോണൻ്റ് അല്ലേ നമ്മൾ എടുക്കണ്ടേ? അപ്പോൾ കണക്റ്റഡ് കോമ്പോണൻ്റ് ആയിട്ട് ഞാൻ ആരെ എടുക്കുകയാണ്? സി എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കുകയാണ്? ഞാനൊരു കണക്റ്റഡ് കോമ്പോണൻ്റ് ആണ് അല്ലെങ്കിൽ കോമ്പോണൻ്റ് ആണ്. ആരുടെ? വിൻ്റെ. നമ്മുടെ പണി എന്താ? വി നീഡ് ടു ക്ലെയിം അത് ഓപ്പൺ ആണ് എന്ന് തെളിയിക്കണം. കണക്റ്റഡ് കോമ്പോണൻറ്റ്സ് ആർ ഓപ്പൺ ഇൻ വൈ എന്നാണ് നമ്മൾ തെളിയിക്കണ്ടേ? അപ്പോൾ നമ്മുടെ ക്ലെയിം എന്തായിരിക്കണം? വി നീഡ് ടു ക്ലെയിം സി ഈസ് ഓപ്പൺ ഇൻ വൈ. സി എന്ന് പറയുന്നത് ഓപ്പൺ ആണ് വൈയിൽ എന്ന് തെളിയിക്കണം. നമുക്കറിയാവുന്ന കാര്യം എന്തൊക്കെയാണ്? നമുക്കറിയാവുന്നത് കോഷ്യൻ മാപ്പിൻ്റെ ഡെഫിനേഷൻ. കോഷ്യൻ്റെ മാപ്പ് ഉണ്ട്, ഒരു കോഷ്യൻ സ്പേസ് ഉണ്ട്, ലോക്കലി കണക്റ്റഡ് സ്പേസ്. ഇതിൻ്റെയൊക്കെ ഡെഫിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിതിനെ എന്ത് ചെയ്ത് പോവുക തന്നെ വേണം? എഴുതി പോവുക തന്നെ വേണം അല്ലേ? അപ്പോൾ കോഷ്യൻ മാപ്പിൻ്റെ ഡെഫിനേഷൻ പ്രകാരം നമുക്ക് എന്താ പറയാൻ പറ്റുക? ബൈ ദ ഡെഫിനേഷൻ ഓഫ് കോഷ്യൻ്റ് മാപ്പ്, സി എന്ന് പറയണത് വൈനുള്ളിലുണ്ട്. ഈസ് ഓപ്പൺ, C is open in Y if and only if
ബൈ ദ ഡെഫിനിഷൻ നമുക്ക് എന്താ പറയാൻ പറ്റുക? എഫ് ഇൻവേഴ്സ് ഓഫ് സി എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഓപ്പൺ ഇൻ എക്സ് ആയിരിക്കണം അല്ലേ? നമുക്ക് തെളിയിക്കേണ്ടത് സി എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ എക്സ് ആണ് എന്നുണ്ടെങ്കിൽ സി ഈസ് ഓപ്പൺ ഇൻ എക്സ് ആണ്, സോറി ഓപ്പൺ ഇൻ വൈ ആണ് എന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത്. കോഷ്യന്റ് മാപ്പിന്റെ ഡെഫിനിഷൻ പ്രകാരം C is a subset of Y is open if and only if F inverse of C is open in X എന്ന് തെളിയിക്കണ്ടേ? ഓപ്പൺ ഇൻ എക്സ് എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് തെളിയിച്ചാൽ മതി? സി ഓപ്പൺ ഇൻ വൈ ആണ് തെളിയിക്കുന്നതിന് പകരം എഫ് ഇൻവേഴ്സ് ഓഫ് സി എന്ന് പറയുന്നത് എന്താണ് തെളിയിച്ചാൽ മതി? ഓപ്പൺ ഇൻ എക്സ് ആണ് എന്ന് നമ്മൾ തെളിയിച്ചാൽ മതി എന്നാണ് പറയണത്. മനസ്സിലായോ? ഇനി നമുക്ക് എന്തൊക്കെയാ അറിയാം? എഫ് ഒരു ലോക്കലി കണക്റ്റഡ് ആയിട്ടുള്ള സ്പേസ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ പറയുകയുണ്ടായി അല്ലേ? നമുക്ക് എന്തൊക്കെ അറിയാവുന്ന കാര്യങ്ങളുണ്ട്? സിൻസ് എഫിൻ്റെ സ്വഭാവത്തിൽ നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സ്വഭാവമാണ് എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ് അല്ലേ? എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. ആൻഡ് നമുക്കറിയാം വി എന്ന് പറയുന്ന ആൾ ആരാണ്? വി എന്ന് പറയുന്നത് ഓപ്പൺ സെറ്റാണ്. എവിടെയുള്ള ആളാണ്? വൈയിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താ? എഫ് ഇൻവേഴ്സ് ഓഫ് വി എന്ന് പറയുന്നത് ഈസ് ഓപ്പൺ ഇൻ എക്സ്. എഫ് ഇൻവേഴ്സ് ഓഫ് വി എന്തായിരിക്കും? ഓപ്പൺ ഇൻ എക്സ് ആയിരിക്കും അല്ലേ? ഇനി എക്സ് എന്ന് പറയുന്ന ആളുടെ സ്വഭാവം നമുക്കറിയാം അല്ലേ? എക്സ് എന്ന് പറയുന്ന ആൾ ആരായിരുന്നു? ലോക്കലി കണക്റ്റഡ് ആയിട്ടുള്ള സ്പേസ് ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞതാണ് അല്ലേ? അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ലോക്കലി കണക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ലോക്കലി കണക്റ്റഡ് ആണ് എന്ന് പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? പറ്റുമല്ലോ. എവ്രി കമ്പോണൻസ് ഓഫ് ആരുടെ? എഫ് ഇൻവേഴ്സ് ഓഫ് വിൻ്റെ എന്തായിരിക്കണം? ഈസ് ഓപ്പൺ ഇൻ എക്സ്. ശരിയല്ലേ? എക്സ് എന്ന് പറയുന്നത് ലോക്കലി കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് വിയുടെ ഏതൊരു കോമ്പോണൻറ്റും എക്സിൽ ഓപ്പൺ ആയിരിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സാധിക്കില്ലേ? ഇനി ഒന്ന് ആലോചിച്ചേ. ഞാനൊരു പോയിന്റ് എക്സ് എന്ന് പറയുന്നത് ഞാൻ എഫ് ഇൻവേഴ്സ് ഓഫ് സിയിൽ നിന്ന് എടുത്തു എന്ന് വിചാരിക്കുക. നമുക്ക് ആവശ്യം എഫ് ഇൻവേഴ്സ് ഓഫ് സി ഓപ്പൺ ഇൻ എക്സ് എന്നാണ്. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ ആലോചിക്കുക. എഫ് ഇൻവേഴ്സ് ഓഫ് എവ്രി കമ്പോണൻറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് വി ഈസ് ഓപ്പൺ ഇൻ എക്സ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഞാനൊരു കാര്യം ചെയ്യുകയാണ്. ഡി എന്ന് പറയുന്നത് എന്താണെന്ന് എടുക്കുകയാണ്? കണക്റ്റഡ് കോമ്പോണൻ്റ് ആണ് എന്ന് പറഞ്ഞെടുക്കുകയാണ്. ആരുടെ? ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് വി. അതിൽ ആരുണ്ട് എന്ന് വിചാരിക്കുകയാണ് ഞാൻ ഒരു എക്സ് എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട് വിചാരിക്കുകയാണ്. ആൻഡ് ഈ എക്സ് എവിടെ ഉണ്ട് എന്ന് വിചാരിക്കുകയാണ് ഞാൻ? എഫ് ഇൻവേഴ്സ് ഓഫ് സിയിലും കൂടെ ഉണ്ട് എന്ന് വിചാരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഞാനൊരു പോയിന്റ് എക്സ് എഫ് ഇൻവേഴ്സ് ഓഫ് സിയിൽ നിന്ന് എടുക്കുകയും ഡി എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് വിയിലുള്ള ഒരു കണക്റ്റഡ് കോമ്പോണൻ്റ് ആയിട്ട് എടുക്കുകയും ചെയ്യുകയാണ്. ആൻഡ് എക്സ് എന്ന് പറയുന്നത് എവിടെയുണ്ട്? ഈ ഡിയിലുണ്ട് എന്നും വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താ? ഡി എന്ന് പറയുന്നത് ക്ലിയർലി കണ്ടെയ്ൻഡ് ഇൻ എഫ് ഇൻവേഴ്സ് ഓഫ് വി എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഡി എന്ന് പറയുന്ന കണക്റ്റഡ് കോമ്പോണൻ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് വി കണ്ടെയ്നിങ് എക്സ് ആണ് അല്ലേ? ഇനി നമുക്ക് പറയാൻ പറ്റുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാ? എഫ് കണ്ടിന്യൂസ് ആണ് അല്ലേ? സിൻസ് എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആവുകയും ഡി എന്ന് പറയുന്നത് കണക്റ്റഡ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ എഫ് ഓഫ് ഡി എന്ന് പറയുന്ന ആളുടെ സ്വഭാവം എന്തായിരിക്കും? കണക്റ്റഡ് ആയിരിക്കില്ലേ? എഫ് ഓഫ് ഡി എന്തായിരിക്കും? കണക്റ്റഡ് ആയിരിക്കും. ഈ എഫ് ഓഫ് ഡി എന്ന് പറയുന്ന ആൾ എവിടെ ഉണ്ടാവുക? അപ്പോൾ ഡി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എഫ് ഇൻവേഴ്സ് ഓഫ് വി എന്ന് പറഞ്ഞാൽ ഡി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എഫ് ഇൻവേഴ്സ് ഓഫ് വി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താ? ഡി എഫ് ഇൻവേഴ്സ് ഓഫ് വിയിലുണ്ടെങ്കിൽ എഫ് ഓഫ് ഡി എന്ന് പറയുന്നത് കണ്ടെയ്ൻഡ് ഇൻ വി ആയിരിക്കില്ലേ? ആയിരിക്കും. ആൻഡ് നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താ? ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം ദേ ഹാവ് കോമൺ പോയിന്റ് അല്ലേ? കാരണം എഫ് ഓഫ് ഡി എന്ന് പറയുന്നതിലും
എഫ് ഓഫ് ഡി ഈസ് കണ്ടെയ്ൻഡ് ഇൻ വി എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ നോക്കിക്കേ, നമുക്ക് ഈ സപ്പോസ് ഇപ്പോൾ ഞാൻ പറയാം എഫ് ഓഫ് ഡി ഈസ് കണ്ടെയ്ൻഡ് ഇൻ വി എന്ന് പറഞ്ഞു. നമുക്കറിയാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സ് എന്ന് പറയുന്ന ആൾ ഡീൻ്റെ ഉള്ളിലുണ്ട് നമുക്കറിയാം അല്ലേ. എക്സ് ഡീൻ്റെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് എവിടെ ഉണ്ട് എന്ന് പറയാം, എഫ് ഓഫ് ഡീൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറയാം. പറഞ്ഞൂടെ? അതേപോലെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് എക്സ് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് സിൻ്റെ ഉള്ളിലുള്ള ആളാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സിൻ്റെ ഉള്ളിലുള്ളതാണെന്ന് പറഞ്ഞൂടെ? ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇസ് എ കോമൺ പോയിന്റ് ഓഫ് എഫ് ഓഫ് ഡി ആൻഡ് സി എന്ന് വെച്ചാൽ എഫ് ഓഫ് ഡി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എന്താണ്, നോൺ എം ടി ആണ്. അതിനുള്ളിൽ ഒരാളുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ലേ? നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ കൂടെ ഒന്ന് ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എക്സ് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് സിയിലുണ്ട്, എഫ് ഇൻവേഴ്സ് ഓഫ് സി ഇൻ്റർസെക്ഷൻ ഡിയിലുണ്ട്, എഫ് ഓഫ് സിയിലുണ്ട് ഡിയിലുണ്ട്. ആൻഡ് നമ്മൾ മനസ്സിലായ കാര്യം എന്താ, എഫ് ഓഫ് ഡി ആൻഡ് സി കണ്ടെയ്ൻ ഒരു പോയിന്റ്. ആ പോയിന്റ് ഏതാണെന്ന് നമുക്ക് മനസ്സിലായത് ഇപ്പോൾ എഫ് ഓഫ് എക്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താ, എഫ് ഓഫ് ഡി യൂണിയൻ സി എന്തായിരിക്കും, കണക്റ്റഡ് ആയിരിക്കില്ലേ? എഫ് ഓഫ് ഡി യൂണിയൻ സി കണക്റ്റഡ് ആയിരിക്കും. ഇനി കണക്റ്റഡ് എന്ന് പറയുന്ന കേസിൽ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളവിടെ തുടക്കത്തിൽ എഴുതി വെച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു, സി എന്ന് പറയുന്ന ആൾ. സി എന്ന് പറയുന്ന ആളുടെ സ്വഭാവം എന്തായിരുന്നു, മാക്സിമലി കണക്റ്റഡ് ആയിട്ടുള്ള സബ്സെറ്റ് ആണ്. ആരുടെ? വിന്റെ അല്ലേ? സി എന്ന് പറയുന്നത് മാക്സിമലി കണക്റ്റഡ് സബ്സെറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാനായിട്ട് സാധിക്കുക, എഫ് ഓഫ് ഡി ഈസ് കണ്ടെയ്ൻഡ് ഇൻ സി. എഫ് ഓഫ് ഡി ഈസ് കണ്ടെയ്ൻഡ് ഇൻ സി. എഫ് ഓഫ് ഡി കണ്ടെയ്ൻഡ് ഇൻ സി എന്ന് പറഞ്ഞാൽ ഡി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എഫ് ഇൻവേഴ്സ് ഓഫ് സി എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കില്ലേ? ഇനി നമ്മൾ എന്ത് തെളിയിച്ചാൽ മതി, ഡി എന്ന് പറയുന്ന ആളുടെ സ്വഭാവം എന്താ നമുക്കറിയാം അല്ലേ? ഡി എന്ന് പറയുന്ന ആളുടെ സ്വഭാവം എന്താ, ഡി എന്ന് പറയുന്നത് കണക്റ്റഡ് കോമ്പോണന്റ് ഓഫ് ഇൻവേഴ്സ് ഓഫ് വി ആണ് നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഡീൻ്റെ ഉള്ളിൽ ആരുണ്ട് എന്നും പറഞ്ഞതാണ്, എക്സ് ഉണ്ട് എന്നും പറഞ്ഞതാ. ഇനി എന്ത് തെളിയിച്ചാൽ മതി, എഫ് ഇൻവേഴ്സ് ഓഫ് സി എന്ന് പറയുന്നത് എന്താണ് തെളിയിച്ചാൽ മതി, യൂണിയൻ ഓഫ് കോമ്പോണൻസ് ഓഫ് വി ആണ് എന്ന് തെളിയിച്ചാൽ മതി. പോരെ? ഇനി നമുക്കറിയാവുന്ന കാര്യം എന്താ, നമ്മൾ ഇതിനു മുമ്പ് തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്താ, എക്സ് എന്ന് പറയുന്ന ആളുടെ സ്വഭാവം എന്തായിരുന്നു, എക്സ് എന്ന് പറയുന്നത് ഒരു ലോക്കലി കണക്റ്റഡ് ആയിട്ടുള്ള സ്പേസ് ആണ്. നമുക്കറിയാവുന്ന മറ്റൊരു കാര്യം എഫ് ഇൻവേഴ്സ് ഓഫ് വി എന്ന് പറയുന്നത് ഓപ്പൺ ആണ്. ആൻഡ് each of the components are open in y, are open in x. നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താ, ഇപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്താ, ഇപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്താ, എഫ് ഇൻവേഴ്സ് ഓഫ് സി എന്ന് പറയുന്നത് എന്തായി, ഓപ്പൺ ഇൻ എക്സ് ആയില്ലേ? എഫ് ഇൻവേഴ്സ് ഓഫ് സി ഓപ്പൺ ഇൻ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായ കാര്യം എന്താ, സി ഈസ് ഓപ്പൺ ഇൻ വൈ. സി എന്തായി, ഓപ്പൺ ഇൻ വൈ ആയി. പോരെ? C is open in Y ആയല്ലോ. And it will be the strongest topology which is being generated by singleton F. അവിടെ ഒരു ഗോഷ്യൻ മാപ്പിന് നമ്മൾ മുന്നൊരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്നും കൂടെ പറയാം, it implies components of open subsets of Y are open and so y ന്റെ സ്വഭാവം എന്തായി, ലോക്കലി കണക്റ്റഡ് ആയി. ഇതാണ് നമ്മളുടെ
തിയറം. തിയറം എന്തായിരുന്നു? എവരി ഗോഷ്യൻ സ്പേസ് ഓഫ് എ ലോക്കലി കണക്റ്റഡ് സ്പേസ് ലോക്കലി കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. ബാക്കി അടുത്ത ദിവസം എടുക്കാം കേട്ടോ.